രാജു പോൾ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് ഹോളി ഐലൻഡ് എന്ന ഒരു ദ്വീപിലേക്കാണ്. ഇംഗ്ലണ്ടിൻ്റെ വടക്ക് കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വേലിയേറ്റ ദ്വീപാണിത്. ലിൻഡീസ്ഫേർൺ എന്നും അറിയപ്പെടുന്നു. വേലിയിറക്ക സമയത്ത് മാത്രമേ നമുക്ക് ഈ ദ്വീപിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ദിവസത്തിൽ 2 പ്രാവശ്യം വേലിയേറ്റം ഉണ്ടാകുകയും വേലിയിറക്കം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ദ്വീപാണിത്. വേലിയിറക്ക സമയത്ത് അത് ക്രോസിംഗ് വേ ടൈം ടേബിളുണ്ട്. ആ സമയം നോക്കിയിട്ട് വേണം വാഹനങ്ങൾക്കൊക്കെ ഈ ദ്വീപിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു 3 കിലോമീറ്റർ റോഡ് മൊത്തം വെള്ളം കയറി വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കും. ഇപ്പോൾ നമ്മൾ ദ്വീപിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ദ്വീപിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ 2 സൈഡിലും ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാർക്കിംഗ് പ്ലേസിലോട്ടുള്ള നമ്മുടെ യാത്രയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ ഈ ഐലൻഡിനകത്ത് പ്രവേശിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ആ കാസലിന് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാനൊരു അങ്ങ് ദൂരെ നിന്നിട്ട് എടുത്തതാണ്. ഇനിയിപ്പോൾ ആ കാണുന്ന കാസലിൽ, ആ ദൂരെ ഒരു കാസൽ കണ്ടു, അങ്ങോട്ട് നമ്മൾ ഇനി ഇവിടെ നടന്ന് പോകണം. ഈ ഐലൻഡ് മൊത്തം നടക്കണം. നമുക്ക് വണ്ടിയും കൊണ്ട് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. നമ്മൾ നടന്ന് നമ്മുടെ പരിപാടി തീരും തോന്നുന്നു. ആ കാസലിൻ്റെ കയറാൻ വേണ്ടി പോകാൻ പോവാണ് ഇപ്പം. അപ്പം ബാക്കി കാഴ്ചകൾ നിങ്ങൾ കാണാം. നമ്മൾ ആ കാസലിൽ അങ്ങോട്ട് നടന്നു പോകുമ്പം 2 സൈഡിലും വീടുകളും ഇതൊക്കെയുണ്ട്. കുറച്ചൊരു ഏരിയയിൽ മാത്രം. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന ചെടികൾ അവർ വെച്ച് പിടിപ്പിച്ച ചെടികളാണ്. എന്ത് ഭംഗിയാണത്! ഇത് കണ്ടപ്പോൾ തന്നെ ഞാനെന്നാൽ ഈ പൂക്കളുടെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഓരോ വീടുകളുടെ ഫ്രണ്ടിലുമൊക്കെ അവർ ഇങ്ങനെ നട്ട് വളർത്തിയിരിക്കുന്നത്.
ഇതിപ്പം ഞങ്ങളിങ്ങനെ കാസലിലോട്ടുള്ള ആ നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ പെങ്ങളുടെ മോളായ സിഞ്ചുവും അവിടെ ഭർത്താവ് ബിപിനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ യാത്രയ്ക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ കുറച്ച് നടന്നപ്പോഴത്തേക്കും മടുത്തു. പോണ വഴിക്ക് ഈ സൈഡിൽ കടലിങ്ങനെ കയറി കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഭംഗിയായത് കാണാൻ. നേരി കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. നമ്മളവിടെ ഇങ്ങനെ നോക്കിയിരുന്ന് പോവും. നടന്ന് മടുത്തിട്ട് ഞാൻ പിന്നെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ പണിതിട്ടിട്ടുണ്ട്, ബെഞ്ചൊക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. പതിനാറാം നൂറ്റാണ്ടിൽ ഒരു ഉയർന്നു നിൽക്കുന്ന അഗ്നിപർവ്വത പാറയിൽ നിർമ്മിച്ചതാണ് ഈ കാസൽ. ഇതൊരു ട്യൂഡർ കോട്ടയായിരുന്നു. പിന്നീട് ആർക്കിടെക്ചർ എഡ്വിൻ ലൂൺസ് ഒരു മനോഹരമായ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഹോമായി ഇതിനെ രൂപകൽപ്പന ചെയ്തു. ഇതുപോലുള്ളൊരു ദ്വീപിൽ വന്നിട്ട് ഇത്ര ഒരു ഉയർന്ന പാറയിൽ ഇങ്ങനെ ഒരു കാസലൊക്കെ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സമ്മതിക്കണം കേട്ടോ. അവിടെ ഇടയ്ക്കൊരു പാറയുണ്ട്. ആ പാറയുടെ പുറത്ത് കയറാൻ വേണ്ടി സിഞ്ചുവും ബിപിനും കൂടി ഓടുക. ഞാൻ പോരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ നിന്ന്. ഇത് കാസലിൻ്റെ അങ്ങോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോഴുള്ള വ്യൂ ആണ്. ഇവിടെ താഴത്ത് കടൽ. വളരെ മനോഹരമായൊരു കാഴ്ചയാട്ടോ. നമ്മൾ കാസലിനകത്തോട്ട് കയറിയില്ല കേട്ടോ. അത് തുറക്കണമെങ്കിൽ 11 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ കാസൽ കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്ത് കടൽ തീരത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങോട്ട് നടക്കുക കേട്ടോ. വളരെ എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെയൊക്കെ കാണുമ്പോൾ. വേറൊരു ലോകത്ത്, വേറെ ഏതോ സ്ഥലത്ത് എത്തിപ്പെട്ടതുപോലെയാണ്. വേറെ സ്ഥലം തന്നെയാണ് എങ്കിൽ തന്നെ നമുക്ക് ഈ പ്രകൃതിയുടെ ഒരു ഭംഗി നമ്മളെ വേറൊരു ലോകത്ത് എത്തിക്കുമെന്ന് പറഞ്ഞ പോലെയാണിത്. ശരിക്കും ഈ കടൽ തീരത്ത് മണലുകളല്ല ഞാൻ നോക്കിയിട്ട് കേട്ടോ, എല്ലാം ഈ വാർക്കഷ്ണങ്ങൾ പോലെ ഇങ്ങനെ കല്ലുകൾ കിടക്കുകയാണ്. പിന്നെ എപ്പോഴും ഈ വേലിയേറ്റം ഉണ്ടാകുമ്പം വെള്ളമെല്ലാം മേളിൽ കയറുകയും അപ്പോൾ ഒത്തിരി കടലിൽ നിന്നുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ കരയിലെല്ലാം അടിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ട്. പിന്നെ വേലിയിറക്കം വരുമ്പോൾ വെള്ളമെല്ലാം തിരിച്ചിറങ്ങി പോവുകയും ചെയ്യുമല്ലോ. ഇതിങ്ങനെ ഡെയിലി 2 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം ഈ ഐലൻഡിൽ. അതുകൊണ്ട് കടൽ തീരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു മണൽ നിറഞ്ഞൊരു സ്ഥലമല്ല, കല്ലുകൾ നിറഞ്ഞൊരു സ്ഥലമാണിത്.
ഞങ്ങൾ ആ കാസലിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ച് ഞങ്ങൾ ഈ ഇതിൻ്റെ അവിടെ വന്നു. ഈ കാണുന്നതാണ് സെൻറ്റ് മേരീസ് ചർച്ച്. ഈ പള്ളിയെക്കുറിച്ച് ഞാൻ പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ പള്ളിയുടെ അടുത്ത് തന്നെ ഒരാശ്രമമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓസ്വേഡ് രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം AD 635 സെൻറ്റ് എഡ്വാൻ ഇവിടെ ഒരു ആശ്രമം സ്ഥാപിച്ചതാണ്. ഇത് ബ്രിട്ടനിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിനുള്ളൊരു പ്രധാന കേന്ദ്രമാക്കി മാറ്റി. അതിശയിപ്പിക്കുന്ന ലെൻഡിസ്ഫറിനെ സുവിശേഷങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ഈ ദ്വീപിലാണ്. വൈക്കിങ്ങുകൾ AD 793 ഈ ആശ്രമത്തിന് നേരെ ഭീകരമായ ആക്രമണം നടത്തി. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇങ്ങനെ പൊട്ടി തകർന്ന് ഒക്കെ ഇങ്ങനെ കിടക്കുന്നത്. അതെല്ലാം തകർത്ത് കളഞ്ഞാണ് വൈക്കിങ്ങുകളുടെ ആക്രമണം മൂലം. പക്ഷെ അവരതെല്ലാം ഇപ്പോഴും നല്ല കൃത്യമായിട്ട് നിലനിർത്തി പോരുന്നുണ്ട്. ചർച്ചിലോട്ടൊക്കെ ഞങ്ങൾ വന്നപ്പോഴല്ല, അത് കഴിഞ്ഞപ്പോഴത്തേക്കും സന്ദർശകരുടെ ബഹളമാണ് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിന് മാത്രം ആൾക്കാർ ഡെയിലി ഇവിടെ ഈ ഐലൻഡ് സന്ദർശിക്കാൻ എത്തുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് സമ്മറും കൂടി ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ജനങ്ങളാണ് ഇതിനകത്തോട്ട് ഇവിടെ എല്ലാം കാണാൻ വേണ്ടി ഈ രാജ്യത്തിന് പുറത്തും ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും നിരവധി ആൾക്കാരാണ് ഇതിനകത്തോട്ട്. നമ്മുടെ ഇന്ത്യൻസിനെയും മറ്റ് നാഷണാലിറ്റിയൊക്കെ വളരെ കുറച്ചേ ഇവിടെ കണ്ടിട്ടുള്ളൂ. ഈ പള്ളിക്കകത്താണ് ഈ പ്രതിമ ഇരിക്കുന്നൊരു തടി കൊണ്ട് നിർമ്മിച്ച ഒരു പ്രതിമയായിട്ട്. ഒരു ശവപ്പെട്ടിയും ചുമന്നുകൊണ്ട് കുറേ സന്യാസിമാർ നടന്നു പോകുന്ന ഒരു പ്രതിമ. ഇങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പള്ളിക്കകം തന്നെ കണ്ടാൽ ഒരു പുരാതന ഒരു പള്ളിയുടെ ആ കാലത്തുണ്ടായിരുന്ന പള്ളി അതേപോലെ തന്നെ നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ് ഇവർ. ഈ പ്രതിമയാണെങ്കിൽ നമ്മൾ അധികം കണ്ടിട്ടില്ല ഇങ്ങനത്തെ പ്രതിമകളൊന്നും. വളരെ ഭംഗിയാണ് ഈ പള്ളിക്കകം കാണാൻ.
ഈ ഇംഗ്ലണ്ടിലോ ഇവിടെ അടുത്ത രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം വന്ന് കാണണം, ഹോളി ഐലൻഡ്. പ്രത്യേകിച്ച് നടക്കാൻ നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ വരണം കേട്ടോ. കാരണം ഇതിനകത്തും ഫുൾ നടപ്പാണ്, നമുക്ക് കാറെടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ വളരെ ഭംഗിയുള്ള വ്യത്യസ്തമായ ഒരു അനുഭവവും കാഴ്ചകളുമാണ് നിങ്ങൾക്കിവിടെ നിന്നും ലഭിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും കഴിവതും വരിക, കാണുക. പിന്നെ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.